പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാലേ, നമ്മൾ ഈ ക്ലൈമാക്സ് ഉൾപ്പെടുത്തിയത് പോലും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പോലും അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഈ മീഡിയയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് സ്റ്റേജ് പരിപാടി കുറവാണെങ്കിലും ഇതുകൊണ്ടൊക്കെ ബാലൻസ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ സ്റ്റേജ് പരിപാടി മാത്രമായിട്ട് ജീവിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. വളരെ സാധാരണപ്പെട്ട സാധനം കുറേ കലാകാരന്മാർ സ്റ്റേജ് പരിപാടി മാത്രമുള്ളവർ. അവരുടെയൊക്കെ വയറ്റത്തടിച്ച് അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പ് മുട്ടിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും അതിനുള്ളൊരു എന്താ ഒരു മൈക്ക് സാങ്ഷൻ അതൊന്നും എടുത്ത് മാറ്റി അന്ന് പിൻവലിച്ച് ദയവ് സഹകരിക്കണം. അത് ബാൻ ചെയ്തവർ തന്നെ അത് തിരിച്ചത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അത് നമ്മൾ ആരെയും കലാകാരന്മാരല്ലേ, നമ്മൾ ശുദ്ധഗതിക്കാർ ആരെയും ദ്രോഹിക്കാൻ ഒന്നുമല്ല. നമ്മൾ അതുകൊണ്ട് ദ്രോഹങ്ങളൊന്നുമില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതെ സത്യം. കാരണം അവർ ഒരു പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ ഒരു ചാരിറ്റിയും കൂടെ അവർ ചെയ്യുന്നത്. എത്രയോ കലാകാരന്മാർ അവരുടെ കുടുംബങ്ങള് വയ്യാത്ത മരുന്ന് മേടിക്കുന്ന അമ്മമാര് കുഞ്ഞുങ്ങളെ പ്രസാദം പറഞ്ഞിട്ട് എത്രയോ ജീവനക്കാരുണ്ട്. നമ്മളിപ്പോ പറ അമ്പലത്തിലും പള്ളിയിലൊക്കെ എത്രയോ ആളുകളല്ലേ, എത്രയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന എന്തോരം ബിസിനസ് വലിയ ബിസിനസ് അല്ല, അന്നന്ന് ജീവിക്കുന്നവരാണ് അവരൊക്കെ. കലാകാരന്മാരെ മാത്രമല്ല, ബലൂൺ കച്ചവടക്കാർ വരെ ഇത് അവരെ വരെ ഇത് അഫക്ട് ചെയ്യുന്നില്ലേ?